പറഞ്ഞത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇതേ നില ഗാന്ധി തുടർന്നാൽ നിശബ്ദനാക്കേണ്ടി വരുമെന്നാണ് പ്രസംഗം. നിശബ്ദനാക്കേണ്ടി വരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടില്ല, അതിനു മുമ്പ് ഗാന്ധിയെ കൊന്നു. അത് ഹിന്ദു രാഷ്ട്രമാക്കാൻ അനുവദിക്കാത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സ്വാതന്ത്ര്യ സമര സേനാനിയെ, രാഷ്ട്രപിതാവിനെ അവർ കൊല്ലുകയാണ്. ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമം. അല്ലാണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ആൾ വരുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നു എന്നുള്ള പ്രശ്നമൊന്നുമല്ല അതിലുള്ളത്. മൗലികമായ പ്രശ്നം ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ, ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അപകടകരമായ, ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായ ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള, വർഗീയ അജണ്ടയിലേക്കുള്ള അതിൻ്റെ കൈവഴി തീർത്തതാണ് പൗരത്വ ഭേദഗതി നിയമം. BJP സ്വാഭാവികമായിട്ടും അവരുടെ അജണ്ടയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസിന് ഇതിൻ്റെ പ്രകടനപത്രിക സ്വാഭാവികമായിട്ടും ചോദിച്ചപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പറയാണ്. ആ നാളെ ഇന്നേ വരെ ഓർന്നില്ല ദേശീയ അടിസ്ഥാനത്തിൽ. അവരുടെ പ്രകടന പത്രികയാണ് പിന്നീട് ആശ്രയിക്കാൻ സാധിക്കുന്നത്. പ്രകടന പത്രികയിൽ മുണ്ടിയില്ല. എന്നിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കുകയാണ് അതിൻ്റെ 8ാമത്തെ ഖണ്ഡികയുടെ ഒരു പദപ്രയോഗം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതാണ് ഇതാണെന്ന്. എന്താ പറയുക അതിനെല്ലാം? ഈ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം എന്ന പേര് പോലും പറയാൻ BJP ഭയം കൊണ്ട് സാധിക്കാതെ ഒരു പാർട്ടിയായിട്ട് ഈ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. മൃദു ഹിന്ദുത്വ നിലപാടാണ്. ഇതേപോലെയുള്ള ഒരുപാട് നിലപാടുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിന് നയമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തോട് പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത മൃദു ഹിന്ദുത്വ സമീപനത്താൽ അവർ ശരിക്കും വരിഞ്ഞു കെട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സ്ഥിതി. കേരളത്തിലെടുത്താൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെ തടുത്തു നിർത്താനുള്ള പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ്. ഇതെല്ലാ കൊല്ലവും വിഷുവിൻ്റെയും അതുപോലെ റംസാൻ്റെയും എല്ലാം പശ്ചാത്തലത്തിൽ ഓണച്ചന്തകൾ, ഉത്സവ ചന്തകൾ, റംസാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് റംസാൻ വിഷു പ്രമാണിച്ചുള്ള സബ്സിഡിയോടുകൂടിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള പദ്ധതിയാണ്. ഇവിടെ കോൺഗ്രസും BJPയും ചേർന്ന് അതനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുക. എല്ലാം ജനവിരുദ്ധ നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് വേണ്ടി കോൺഗ്രസും ചേർന്നിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റംസാൻ വിഷു ചന്ത 300ഓളം കേന്ദ്രത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അത് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ നിലപാടുകൾ BJPക്ക് വേണ്ടി നടപ്പിലാക്കാൻ കോൺഗ്രസും കൂടി കൂട്ടുനിൽക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വികസന പ്രവർത്തനവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, നടത്താൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, അവർ ഇതുപോലുള്ള ജനക്ഷേമകരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അതെങ്ങനെ കൊടുക്കാതിരിക്കും എന്ന കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. വലിയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ്റെ 2 ഗഡു ഇന്നു മുതൽ വിതരണം ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നു മുതൽ വിതരണം ചെയ്യും. അപ്പോൾ കേരള ഗവൺമെൻറ്റിനെ സാമ്പത്തികമായ ആഴ്ത്തുക മാത്രമല്ല, ഗവൺമെൻറ് ചെയ്യുന്ന ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നതുകൂടി ഇപ്പോഴാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ തന്നെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുടനീളം കാണുന്നത്. കാസർഗോഡ് മുതൽ ഇന്നിപ്പോഴും ഇടുക്കി വരെയുള്ള മേഖലയിലുള്ള പരിപാടികളിൽ
പങ്കെടുത്തപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ കാര്യം അതാണ്. നല്ല രീതിയിലുള്ള വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഈ പര്യടന പരിപാടിയുടെ ഭാഗമായിട്ട് മനസ്സിലായിട്ടുള്ളത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കും. ഇത്രയാണ് പറയാനുള്ളത്. അതിപ്പോൾ ക്രൈസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള എടുത്ത നിലപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കമാണ്. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവുമില്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഇനി കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല ദ കേരള സ്റ്റോറി. അത് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർത്തത്. ഗവൺമെൻറ് മിഷനറിയാണല്ലോ ദൂരദർശൻ. ആ ദൂരദർശൻ വഴി കേരളത്തിനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടും പ്രത്യേകിച്ചിട്ട് മുസ്ലിം ജനവിഭാഗത്തിന് എതിരായ സ്പർദ്ധ രൂപപ്പെടുത്താൻ സാധിക്കുന്ന നിലവെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സംഘപരിവാർ അജണ്ട ഔദ്യോഗികമായി അവർ ദൂരദർശൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് വന്നപ്പോഴാണ് ഞങ്ങളതിനെ അതിശക്തിയായിട്ട് എതിർത്തത്. അതിന് എതിരായിട്ടുള്ള കത്ത് ഞങ്ങൾ നൽകിയത്. അത് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്, മുമ്പ് റിലീസ് ചെയ്തതാണ്. ആരും കാര്യമായിട്ട് കാണാൻ പോയിട്ടില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലുള്ള പ്രചരണായുധമായിട്ട് ഉപയോഗിക്കുന്ന സിനിമകളൊന്നും ഒരു തരത്തിലും പരിഗണിക്കാറില്ല, ആരും കണ്ടിട്ടുമില്ല. ഇപ്പോൾ രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് അവർ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഇത്തരം ഉള്ളടക്കമുള്ള ഒരു സിനിമ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായ തലത്തിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ അവരവർ തന്നെ ആലോചിക്കേണ്ടതാണ്. അത് വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ബംഗാൾ ഗവൺമെൻറ് പോയി. ഞങ്ങളോടൊന്ന് പറഞ്ഞാണ് അത് നിരോധിക്കണം എന്നുള്ള കാഴ്ചപ്പാട്. നിരോധിക്കണം എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിവിപുലമായ ആശയപ്രചരണത്തിന് മുന്നോട്ടേക്ക് പോകുകയല്ലാതെ ഏതെങ്കിലും ഒരു ആശയത്തെ നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ധാരണ CPM-നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് അതിനെ നിരോധിക്കണം എന്ന നിലപാടിനോട് യോജിക്കാതിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ നിരോധിക്കണമെന്നുള്ള നിലപാടിനോടല്ല യോജിപ്പ്. പക്ഷേ അതിൻ്റെ കൃത്യതയോടുകൂടി അത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കും. ആ സാധിക്കുന്ന ശരിയായ വിശദീകരണം രാജ്യത്ത് നടക്കും. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളതിലെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടത് വേണോ വേണ്ടയോ എന്നുള്ളത് അവരെന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ പറഞ്ഞതിൽ എതിർപ്പില്ലെങ്കിൽ എതിർപ്പില്ല, ഞാൻ പറഞ്ഞതിൽ എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പുണ്ട്. പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല. എന്താ മനസ്സിലായി? എതിർപ്പില്ല എന്നാണ് മനസ്സിലായത്. ഞങ്ങൾ ഒരു കലാമൂല്യവും ഇല്ലാത്ത, സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഒന്നും സംഭാവന ചെയ്യാത്ത, വിപരീത ദശയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരള വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ ഒന്നാണ് ദ കേരള സ്റ്റോറി. ആ സ്റ്റോറിയെ നിരോധിക്കുക എന്നുള്ള നിലപാടിലേക്ക് CPM എത്തിയിട്ടില്ല. ഞങ്ങൾ കലാപരമായ അത് മൂല്യമില്ലാതെ മൂല്യമുള്ളതും ഉൾപ്പെടെയുള്ള ഒരുപാട് എണ്ണം വരുന്നുണ്ട് ഞങ്ങൾക്കെതിരായിട്ടൊക്കെ. അതൊക്കെ നിരോധിച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത്. ആശയത്തെ ആശയപരമായിട്ട് തന്നെയാണ് വ്യക്തതയോടുകൂടിയാണ് നേരിടേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അകത്ത് വിരോധമുണ്ടോ സന്തോഷമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞത്. ഏതാ പത്രം? ഏഷ്യാനെറ്റാ. എന്നാൽ പിന്നെ ആ ചോദിച്ചില്ലെങ്കിലേ പോലും. അതെ, ഞാൻ പറഞ്ഞത് മതി, ഇത്രയും മതി ഉത്തരം. ശരി, വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? എന്താ നിങ്ങളെന്താ പറയാൻ പറഞ്ഞു? അത് അവരോട് ചോദിച്ചാലല്ലേ മനസ്സിലാകുക. അവരെന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവില്ലല്ലോ.
അവരോട് ചോദിച്ചു നോക്ക്. അവരോട് ചോദിച്ചിട്ട് കാര്യം എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളല്ലേ പുറത്തു കൊണ്ടുപോവാ. ലവ് ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ചർച്ച ചെയ്ത് സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച് പാർലമെൻറ്റിൽ അമ്മാതിരി ഒന്നും ഇല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടതാണ്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ 3 ഉള്ളടക്കം അതിലുണ്ട്. അത് ഈ ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ഒരു ഭാഗത്തുണ്ട്, മുസ്ലിം വിരുദ്ധത നല്ലപോലെ അതിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട്, ഒപ്പം കേരള വിരുദ്ധതയുണ്ട്. ഈ 3 വിരുദ്ധതയും ഉൾക്കൊള്ളുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു കലാമൂല്യമില്ലാത്ത ഒരു സാധനമാണ് BJP തയ്യാറാക്കിയിട്ടുള്ളത്. അതിപ്പോൾ പ്രദർശിപ്പിക്കുന്നതിൽ ഞങ്ങൾ അന്ന് അതിനെ അംഗീകരിച്ചിട്ടില്ല, ഇന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് ഞങ്ങൾ ആശയപരമായിട്ട് പറയുക, അതിനെ നിരോധിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുക. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണാൻ പാടില്ല എന്ന് പറയുക, അങ്ങനെയുള്ള ഒരു നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആശയങ്ങളെ ആശയപരമായിട്ട് തന്നെ നേരിടാനുള്ള ശേഷിയും കഴിവും ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനുണ്ട്. ഏത് തരത്തിലുള്ള ആയാലും ആ ഒരു ആത്മധൈര്യത്തിലാണല്ലോ ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് ഏഷ്യാനെറ്റല്ല, മാതൃഭൂമി മനോരമയല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലോബി മുഴുവൻ, മാധ്യമ ശൃംഖല മുഴുവൻ പരമാവധി ഞങ്ങൾക്കെതിരായാലും ഞങ്ങളതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരല്ല. അത് നിങ്ങൾക്ക് ഇതേ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? മനസ്സിലായിക്കോ. നിങ്ങൾ ആശ്രയിച്ചൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. നിങ്ങളുടെ ചെലവിൽ വളർന്നതുമല്ല, നിങ്ങളുടെ ചെലവിൽ തകർത്താനും ആവില്ല. അത് രണ്ടാമത് പറഞ്ഞ് കേട്ടില്ലേ? നിങ്ങളുടെ ചെലവിൽ വളർന്നതുമല്ല, നിങ്ങളുടെ ചെലവിൽ അതിനെ അവസാനിപ്പിക്കാനും ആവില്ല. അത്രയേ ഉള്ളൂ. അത് എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ പറ്റി അറിയാലോ. കെജ്രിവാൾ ജയിലിലല്ലേ ഉള്ളൂ, പിന്നെ അക്കൗണ്ട് മരവിപ്പിച്ചതിനെ പറ്റി പറഞ്ഞിട്ടെന്താ കാര്യം? താനീ തോന്നിയാസാണ്, ഗുണ്ടായിസാണ്. 10-30 കൊല്ലമായിട്ടുള്ളൊരു അക്കൗണ്ട് ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു നോട്ടീസും കൊടുക്കാതെ ഒരു പരിശോധനയും നടത്താതെ നേരിട്ട് അങ്ങോട്ട് അക്കൗണ്ട് മരവിപ്പിക്കുക, എന്നിട്ട് അതിന് കാരണം കണ്ടുപിടിക്കുകയാണ്. ഞങ്ങൾ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് സഖാവ് HU ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും കണക്ക്. 14 ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരുപാട്, 101 അക്കൗണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ സ്വത്തുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ പാർട്ടിക്ക് ബ്രാഞ്ചിന് ഓഫീസുണ്ട്, ലോക്കൽ കമ്മിറ്റിക്ക് ഓഫീസുണ്ട്, ഏരിയ കമ്മിറ്റിക്ക് ഓഫീസുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 10,000 ഓഫീസായി. 10,000 കണക്കിന് ബ്രാഞ്ചല്ലേ, അതിന് കുറേ എണ്ണത്തിന് ഇപ്പോൾ ഓഫീസുണ്ട്. ഈ ഓഫീസെല്ലാം ആസ്തിയുടെ ഭാഗമായിട്ട് ചേർത്ത് കണക്ക് കൊടുത്തില്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മുമ്പേ പറഞ്ഞതല്ലോ. ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ അതിൻ്റെ ആസ്തിയുടെ ഭാഗമായിട്ടാണ് അതെല്ലാം കണക്കാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ താഴെ ഇവിടെ ഇപ്പം ഇത് ഏരിയ കമ്മിറ്റിയാണ് ഏലപ്പാറ ഏരിയ കമ്മിറ്റി എത്ര ബ്രാഞ്ചിന് ഓഫീസുണ്ട്? ഇവിടെ ഏരിയ കമ്മിറ്റിക്ക് ഓഫീസ് എടുക്കാൻ പോകില്ലേ? അപ്പോൾ അതൊക്കെ ആണ് കൊടുത്തില്ല, സ്വത്ത് കൊടുത്തില്ല. എന്ത് കൊടുത്തില്ല? അതെല്ലാം അസംബന്ധം പറയുകയാണ്. പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വഴി കണ്ടുപിടിക്കുകയാണ്. ആദ്യം പിടിക്കുക, പിന്നെ വഴി കണ്ടുപിടിക്കുക. അതാ പുതിയ ED പോലെ പുതിയൊരു IT വന്നിരിക്കുകയാണ്. IT പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇൻകം ടാക്സ്. ED അറിയാലോ, പണ്ടേ അറിയുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ IT കൂടി വന്നിരിക്കുക. ഇങ്ങനെ കുറേ എണ്ണമുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ഒതുക്കാനാവുന്ന ഫാസിസ്റ്റ് രീതിയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഷീർ റംസാൻ ഏതാ? ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. ഞങ്ങൾ കൊടുക്കാനാണ് തീരുമാനിച്ചത്. ചന്ത നടത്താനാണ് തീരുമാനിച്ചത്. ചന്ത നടത്താൻ പാടില്ല എന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതാ പ്രശ്നം. ഞങ്ങൾ ചന്ത നടത്താൻ തീരുമാനിച്ചു. 300ഓളം ചന്ത നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കൺസ്യൂമർ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ട് ചന്തയുണ്ട്. അപ്പോൾ അത് നടത്താൻ പറ്റില്ല എന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസും BJPയും ഇടപെട്ടിട്ടാണ് നടത്താൻ പറ്റില്ല എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ ജനവിരുദ്ധമായൊരു നിലപാടാണ് ഈ കോൺഗ്രസും BJPയും എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. അതാ കാര്യം. അല്ല, അത് സാധാരണ ഇപ്പോൾ ആയിരിക്കും ശമ്പളം കൊടുക്കുന്നതിൽ തടസ്സം കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നതോ പെൻഷൻ കൊടുക്കുന്നതോ ആർക്കും തടയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് അവർക്ക് ചെയ്യാൻ സാധിക്കാതെ കൊണ്ടാണ്. ചിലപ്പോൾ പറ്റുവാണെങ്കിൽ അവരത് നിൽക്കുമായിരുന്നു. കാരണം ശമ്പളം പെൻഷൻ കൊടുക്കാതിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. എങ്ങനെ
ജനങ്ങൾക്ക് ആശ്വാസം നൽകാതിരിക്കാം എന്ന് ഗവേഷണപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഈ കേരളത്തിലല്ലാതെ ലോകത്ത് കൂടി ഉണ്ടാവില്ല. ആര്? അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവരാണ് ശക്തിയായിട്ട് ഇടപെട്ടത്. കോൺഗ്രസും ബി ജെ പിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അവരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് പറയുന്നതിനേക്കാളും നല്ല ജനങ്ങളാണ്. ജനങ്ങൾക്കാണുള്ള ആശ്വാസം ചെയ്ത്, ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് തന്നെ എതിരായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവസാനിപ്പിക്കാം അല്ലേ? ഏത് പരാതി? ഏത്? അതുകൊണ്ടാണല്ലോ ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇവരെന്നെയാണ് കൺസ്യൂമർ ഫെഡ് ഉൾപ്പെടെയുള്ള ചന്ത ഒന്നും അനുവദിക്കാൻ പാടില്ല, കാരണം അതെല്ലാം തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണ് എന്ന നിലപാട് ഇവരാണ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും തന്നെയാണ് ഈ നിലപാട്, ജനവിരുദ്ധ നിലപാട് സ്വീകരിപ്പിക്കാൻ മുൻകൈയെടുത്തത്. ഇപ്പോൾ അതേത് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം എടുത്തതാണ് പ്രതിപക്ഷ നേതാവ്. ലോകത്ത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവില്ല. മനസ്സിലായില്ലേ? ലോകത്ത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവില്ല. ഏത് പ്രതിപക്ഷവും പറയുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമാവുന്നതാണ്. പക്ഷേ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, വികസനത്തിന് വോട്ടുണ്ട്. വികസനത്തിന് വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നടക്കാൻ പാടില്ല? വികസനം നടക്കാൻ പാടില്ല. അപ്പോൾ വികസനം ഇനി നടത്താൻ അനുവദിക്കില്ല അത് പരസ്യമായിട്ട് പറഞ്ഞ് ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ലാതെ ഈ ലോകത്ത് പോലെ ഓടിയില്ല. മതി, അത് കിട്ടും. ആരാ അത് മതിയാക്കി? ഞങ്ങൾ വിവാദത്തിനുണ്ടാകില്ലല്ലോ. ഞങ്ങൾക്ക് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം? ഞാൻ വിവാദത്തിനുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറയാൻ ഓടി. ഞങ്ങൾ വിവാദത്തിനേ ഇല്ല. ഇത് വിവാദത്തിൻ്റെ ഒരു പ്രശ്നമില്ലാത്തില്ല. കാണുന്നവർക്ക് കാണാം, കാണാതിരിക്കുന്നവർക്ക് കാണാതിരിക്കാം. കാണേണ്ട കാര്യമില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കത്തോട് ഞാൻ വിശദീകരിച്ചത്. അത്രയേ ഉള്ളൂ കാര്യം. ബോധവൽക്കരണം വേണം, വളരെ നല്ല ബോധവൽക്കരണം വേണം. ബോധവൽക്കരണം തന്നെയാണ് ഇത്. ഞാനിപ്പോൾ ഈ പറയുന്നതെല്ലാം ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ആ ഏത്? അതിൽ ആരെങ്കിലും പറയുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് യോജിപ്പുമായിട്ട് കണക്കാക്കിയാൽ മതി എന്നയും. അങ്ങനെ വിയോജിക്കാനും യോജിക്കാനുമുള്ള ജനാധിപത്യ അവകാശം മോഡി ആഗ്രഹിക്കുന്നത് പോലെ ഹിന്ദുത്വ അജണ്ട വന്നാലല്ലേ അത് അവസാനിക്കുള്ളൂ. ഇപ്പോൾ വന്നില്ലല്ലോ, അതിൻ്റെ പടിവാതില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് വിയോജിക്കുക, യോജിക്കാം, ഒക്കെ ചെയ്യാം. ജനാധിപത്യപരമായ സംവിധാനത്തിൻ്റെ ഭാഗമാണത്. അതിൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഇനി വെറുതെ ചോദ്യമുണ്ടോ?